എന്താണ് ഒരു പദ്ധതി പരാജയം? ചെലവും സമയവും അധികരിക്കുന്നതിന് മുതൽ സ്കോപ്പ് ക്രീപ്പ്, നിക്ഷേപണത്തിന് വരുമാനം നൽകുന്നതിൽ പരാജയം എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിനർത്ഥമാക്കാം. ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ എത്തിക്കാനും കഴിയാതെ വന്ന ഭരണം കുറവായ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതി പരാജയങ്ങൾ ചിലത് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചില വലിയ പദ്ധതി പരാജയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 2004 എയർബസ് ആകാശത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം പുറത്തിറക്കാൻ തയ്യാറായി. ഘടിപ്പിക്കുന്നതിനായി ടൗളൂസിൽ നിന്നും ഹാംബർഗിലേക്ക് ഭാഗങ്ങൾ കയറ്റി അയച്ചു. എന്നാൽ പാർട്സുകളൊന്നും യഥാർത്ഥത്തിൽ ഒരുമിച്ച് ഘടിപ്പിച്ചിട്ടില്ലെന്ന് പെട്ടെന്ന് വ്യക്തമായി. ഡിസൈനർമാർ എല്ലാവരും വ്യത്യസ്ത CAD പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. അത് വ്യത്യസ്ത അളവുകൾക്ക് കാരണമാവുകയും ചെയ്തു. പിന്നീട് ഈ പദ്ധതി എയർബസ് ഉപേക്ഷിക്കുകയായിരുന്നു. ഹവായിയിലെ ഒവാഹുവിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഹൊണൂലുവിനെ ബന്ധിപ്പിക്കുന്ന 6 വരി അന്തർ സംസ്ഥാന H3 1960 പദ്ധതി നിർദ്ദേശിച്ചപ്പോൾ 1997 വരെ ഇത് പൂർത്തിയായിട്ടില്ല. തുടക്കത്തിൽ ആസൂത്രണം ചെയ്ത $250 മില്യൺ പകരം $1.3 ബില്യൺ ചിലവായി ഹവായി മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു. തദ്ദേശീയരായ ഹവായികളിൽ നിന്നുള്ള കാര്യമായ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ ആശങ്കകളാണ് കാലതാമസത്തിന് കാരണമായത്. അവ ഒടുവിൽ പിരിച്ചുവിടുകയും ചെയ്തു. എന്നാലും ഇപ്പോഴും ഈ ഹൈവേ ശൂന്യമായി കിടക്കുകയാണ്. ഈ പദ്ധതി പരാജയം ദാരുണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. 1986 ജനുവരി 28 റോക്കറ്റ് ബൂസ്റ്ററിലെ സീൽ തകരാറായതും തണുത്ത കാലാവസ്ഥയും കാരണം വിക്ഷേപിച്ച് 76 സെക്കൻഡിനുള്ളിൽ ചലഞ്ചർ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചു. മാനുഷിക പിഴവാണ് ഭാഗികമായി കുറ്റപ്പെടുത്തുന്നതെന്ന് കണ്ടെത്തി. 2019 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഏറ്റവും മികച്ച ലോക അത്ലറ്റുകൾ ദോഹയിലേക്ക് പോയി. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ടിക്കറ്റുകളും വിൽക്കാൻ ആതിഥേയ രാജ്യത്തിന് കഴിഞ്ഞില്ല. അതിനാൽ അത്ലറ്റുകൾ ഏതാണ്ട് ശൂന്യമായ സ്റ്റേഡിയങ്ങളിൽ മത്സരിക്കാൻ നിർബന്ധിതരായി. 1996 മക്ഡൊണാൾഡ്സ് അവരുടെ ഐക്കോണിക് ഹാംബർഗറിന്റെ പുതിയ ഗ്രോൺ അപ്പ് പതിപ്പ് പുറത്തിറക്കിയപ്പോൾ ആർച്ച് ഡീലക്സ് ബർഗർ എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ ഫോർമുല മാറ്റാൻ ഉപഭോക്താക്കൾക്ക് താല്പര്യമില്ലെന്ന് കണ്ടെത്തി. മക്ഡൊണാൾഡ്സ് അവരുടെ പരസ്യ കമ്പനിക്കായി $150 മില്യൺ അധികം ചെലവഴിച്ചു. എന്നാൽ ബർഗർ ജനപ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടു. താമസിയാതെ ഇത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. 1985 കൊക്കക്കോള ന്യൂകോക്ക് എന്ന പേരിൽ ഒരു ഉൽപ്പന്നം പുറത്തിറക്കി. അത് പൊതുജനങ്ങൾക്കിടയിൽ ഒരു യഥാർത്ഥ ഫീസറായി മാറി. പുതിയ പാചകക്കുറിപ്പ് 2 ലക്ഷം ആളുകളുടെ രുചി ട്രയലിലൂടെ കടന്നുപോയെങ്കിലും കൊക്കക്കോളയുടെ ആരാധകർ യഥാർത്ഥ ടേസ്റ്റിനോട് വളരെ വിശ്വസ്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു പദ്ധതി കൊക്കക്കോളയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഫോർഡ് ഉപഭോക്താക്കൾക്ക് ഒരു കാറിൽ എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ചുള്ള വിപുലമായ ഗവേഷണത്തിന്റെ ഫലമാണ് ഫോർഡ് എഡ്സൽ. മോഡൽ പുറത്തിറങ്ങുമ്പോഴേക്കും കൂടുതൽ കോമ്പാക്ട് കാറുകളിലേക്ക് വിപണി മാറിയിരുന്നു എന്നതും ഫോർഡ് എഡ്സൽ കാലഹരണപ്പെട്ടതുമായിരുന്നു എന്നതാണ് പ്രശ്നം. ലണ്ടൻ മേയറായിരിക്കെ ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഗാർഡൻ ബ്രിഡ്ജിനെ പരാജയപ്പെട്ട വാനിറ്റി പ്രൊജക്ട് എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരിക്കലും നിർമ്മിച്ചിട്ടില്ലെങ്കിലും പദ്ധതിക്ക് മൊത്തത്തിൽ 53 മില്യൺ ചിലവായി. ഒരു റിപ്പോർട്ട് അനുസരിച്ച് സാധ്യമായ ധനസമാഹരണത്തിലും അന്തിമ ചെലവിലും പാലം അമിത ശുഭാപ്തി വിശ്വാസം പുലർത്തി. നദീതടത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചെങ്കിലും ഒരിക്കലും പരിഹരിക്കാനാകാത്ത കുറവായിരുന്നു ഇത്. ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ലഗേജ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് വളരെ സങ്കീർണമായി തീർന്നു. $560 മില്യൺ ചെലവഴിച്ച് 16 മാസത്തേക്ക് പദ്ധതി വൈകിപ്പിക്കുകയും 2005 പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. സിംഗപ്പൂരിന്റെ അതിർത്തിക്കപ്പുറത്ത് മലേഷ്യയിലെ 4 മനുഷ്യനിർമ്മിത ദ്വീപുകളിൽ നിർമ്മിച്ച ഒരു വലിയ നഗരം 2035 പദ്ധതി പൂർത്തിയാകുകയും 70 ലക്ഷം നിവാസികൾക്ക് താമസിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഏതാണ്ട് ശൂന്യമായി തുടരുകയാണ്. മ്യാൻമറിന്റെ പുതിയ തലസ്ഥാനത്ത് 20 വരി ഹൈവേകളുണ്ട്. ഇതിന് $4 ബില്യൺ ചിലവായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഏതാണ്ട് ശൂന്യമായി തുടരുകയാണ്. ലോകത്തിൽ ഇതുപോലെ ഒട്ടനവധി ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പരാജയപ്പെട്ടും ശൂന്യമായും കിടക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.